ക്ലാസ് 12 ഹ്യൂമൻ ജോഗ്രഫിയിലെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 2 ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് 22ഓളം ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളതാണ്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ 7 ചാപ്റ്റർ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ആ 7 ചാപ്റ്റേഴ്സ് എന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി ടെക്സ്റ്റിലെ വേൾഡ് പോപ്പുലേഷൻ, ഹ്യൂമൻ ഡെവലപ്മെന്റ്, പ്രൈമറി ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി എന്ന ടെക്സ്റ്റിലെ മൈഗ്രേഷൻ, ടൈപ്സ്, കോസസ് ആൻഡ് കോൺസിക്വൻസസ്, ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ഏരിയ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വർഷം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കാം. വേൾഡ് പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് വാട്ട് ഈസ് പോപ്പുലേഷൻ, എന്താണ് ജനസംഖ്യ എന്ന് വിശദീകരിച്ചുകൊണ്ടാണ്. എന്താണ് ജനസംഖ്യ? ഒരു പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ എണ്ണമാണ് ജനസംഖ്യ. Now, what are the factors affecting population distribution? ഇതാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചു factors affecting population distribution can be grouped under 3 headings, that is geographical factors, economic factors, socio-cultural factors. ഇത് എസ്സേ ആയിട്ട്, അതായത് 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3ഉം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതേസമയം ഇത് ഓരോ ഫാക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടും ചോദിക്കാം. ഇനി ഇതേ ആൻസർ വരുന്ന മറ്റു ചോദ്യങ്ങളാണ്, അതായത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻസർ ആയിട്ട് എഴുതേണ്ട ചോദ്യങ്ങൾ വേറെയുമുണ്ട്. അതായത് ജോർജ് ബി ക്രെസിയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഡെഫിനിഷൻ തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ഇതേ ഫാക്ടേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു രീതിയിൽ ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യങ്ങളും കുറഞ്ഞ രാജ്യങ്ങളും എഴുതിയിട്ട് അത് എന്തുകൊണ്ടാണ് അവിടുത്തെ പോപ്പുലേഷൻ കൂടാനും കുറയാനുമുള്ള കാരണങ്ങൾ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ചോദിക്കാം. അപ്പോഴും ഇതേ ആൻസർ തന്നെയാണ് വരിക, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതേ ചോദ്യം തന്നെ ഒരു വേൾഡ് മാപ്പ് തന്നിട്ട്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കാണിക്കുന്ന വേൾഡ് മാപ്പ് തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ വേരിയിങ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദി വേൾഡ്. അങ്ങനെ ഒരു ചോദ്യം വന്നാലും ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താണത്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ എ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതിലൊരു ഫോർമുലയും പറയുന്നുണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, അതായത് പോപ്പുലേഷനും ഏരിയയും തന്നിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പ്രോബ്ലം ചോദിക്കാം. 2 മാർക്കിനാണ് സാധാരണ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എഴുതി ഫോർമുല എഴുതി വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇനി ആൻസർ കിട്ടുമ്പോൾ നമ്മൾ അതിന് ഇപ്പോൾ 1000 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ 1000 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ എന്ന് എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് ഫുള്ളും കിട്ടുള്ളൂ. അതായത് വെറുതെ 1000 എന്ന് എഴുതാതെ 1000 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അടുത്തത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഇതിൽ നിന്ന് 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. വാട്ട് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് ആക്ച്വൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്തത് കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. 3 കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: ക്രൂഡ് ബർത്ത് റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ. ക്രൂഡ് ബർത്ത് റേറ്റ് എന്താണെന്നും അത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലവും ചോദ്യമായിട്ട് വരാവുന്നതാണ്. ക്രൂഡ് ബർത്ത് റേറ്റ് ഇസ് ഈക്വൽ ടു BI by P into 1000, അതായത് നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000. ഇത് പ്രോബ്ലം ആയിട്ടും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്രൂഡ് ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഡെത്ത്സ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 1000, D by P into 1000. അപ്പോൾ എന്താണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും നമ്മൾ പഠിച്ചു വെക്കണം.
അടുത്തത് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ്, പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഇതും 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. പിന്നീട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈഗ്രേഷൻ നമ്മൾ 2ആയിട്ട് പഠിച്ചു, പുഷ് ഫാക്ടർ ആൻഡ് പുൾ ഫാക്ടേഴ്സ്. ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പുഷ് ഫാക്ടർ എന്നും പുൾ ഫാക്ടർ എന്നും എഴുതി കഴിഞ്ഞ് അതിന്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ വിവരിക്കുക. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അതുപോലെ ഇനി വേറൊരു രീതിയിൽ ഇത് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് കുറെ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് പുഷ് ഫാക്ടർ ഏതാണ് പുൾ ഫാക്ടർ ഏതാണ് എന്ന് തരംതിരിച്ചെഴുതാനും ചോദിക്കും. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അനലൈസ് ദ ട്രെൻഡ്സ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടിരിക്കുന്ന ഒരു ഗ്രാഫാണിത്. ഇത് ചോദ്യമായി തന്നുകൊണ്ടാണ് ജനസംഖ്യാ വളർച്ചയിലെ പ്രവണതകളെ വിശദീകരിക്കാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി വരാവുന്ന 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വാട്ട് ഇസ് ഡബ്ലിംഗ് ടൈം ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യ ഇരട്ടിയാവാൻ എടുക്കുന്ന സമയമാണ് ഡബ്ലിംഗ് ടൈം എന്ന് പറയുന്നത്. അത് 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഹൗ സയൻസ് ആൻഡ് ടെക്നോളജി ഹെൽപ്ഡ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിച്ചത്. അതും 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ടൈപ്പ് ചോദ്യമുണ്ട്. അത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയെ കുറിച്ചാണ്. ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം അത് എന്താണെന്നും അതിന്റെ ഗ്രാഫ് വരയ്ക്കാനും അതോടൊപ്പം അതിന്റെ 3 ഘട്ടങ്ങളെ വിവരിച്ചെഴുതുന്നതിനുമാണ് 6 മാർക്ക് ലഭിക്കുക. അപ്പൊ വളരെ വിശദമായി തന്നെ ആ തിയറി പഠിക്കേണ്ടതുണ്ട്. 6 മാർക്കിന്റെ ചോദ്യമാണ്. 3 സ്റ്റേജസും എക്സ്പ്ലെയിൻ ചെയ്തെഴുതാനായിട്ട് ചോദിക്കുന്നതാണ്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ദ തിയറി. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മുടെ അവസാന ഭാഗത്ത് വരുന്ന ഫാമിലി പ്ലാനിങ്ങും മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷനും. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയുമാണ് വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അടുത്തത് മൈഗ്രേഷൻ ടൈപ്സ് കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്ന ചാപ്റ്ററാണ്. അതിൽ വാട്ട് ഇസ് മൈഗ്രേഷൻ, എന്താണ് കുടിയേറ്റം. It is a movement of people from one region to another for different reasons. ഇപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ചോദ്യം വരാൻ സാധ്യതയുള്ളത് സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ ഡയസ്പോറയാണ്. 3 സ്റ്റേജസ് നമ്മൾ പഠിച്ചു, അത് വിശദീകരിക്കാനായിട്ട് ചോദിക്കും. അതുപോലെ എങ്ങനെയാണ് സെൻസസ് കണക്കെടുപ്പിൽ മൈഗ്രേഷന്റെ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ടൈം മൈഗ്രന്റ് ആൻഡ് മൈഗ്രന്റ് ബൈ ലാസ്റ്റ് റെസിഡൻസ്, അതിൽ തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. 2 മാർക്കിന്റെ ചോദ്യമാണ്. നെക്സ്റ്റ് ഇസ് സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ. 2 മാർക്കിനുള്ള ഒരു ചോദ്യം ഇവിടെ നിന്ന് വരാം. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ആഭ്യന്തര കുടിയേറ്റവും അന്താരാഷ്ട്ര കുടിയേറ്റവും തമ്മിലുള്ള വ്യത്യാസം എഴുതാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ സ്ട്രീംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ, 4 സ്ട്രീംസ് ആണ് നമ്മൾ പഠിച്ചത്. റൂറൽ ടു അർബൻ, അർബൻ ടു റൂറൽ, റൂറൽ ടു റൂറൽ ആൻഡ് അർബൻ ടു അർബൻ. ഈ 4 സ്ട്രീംസ് ഓഫ് മൈഗ്രേഷനും ഓരോന്നും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കും. പിന്നീട് ഇതിൽ നിന്ന് വരാവുന്ന 2 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ് എന്താണ് ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷനും ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന കുടിയേറ്റമാണ്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നതാണ് ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ചോദിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ. അപ്പൊ അതിൽ നോക്കിയിട്ട് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൽസ് പ്രിഡോമിനേറ്റ്, അല്ലെങ്കിൽ ആണുങ്ങളാണ് കൂടുതലായിട്ടും റൂറൽ ടു അർബൻ മൈഗ്രേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക എന്നൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. മെയിൽസ് പ്രിഡോമിനേറ്റ് ഇൻ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ, ഗിവ് യുവർ റീസൺസ് എന്നൊരു ചോദ്യം നമുക്ക് ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് സ്പേഷ്യൽ വേരിയേഷൻ ആൻഡ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ നിന്ന് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ധാരാളമായിട്ട് കിട്ടുന്നത്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദി ഹയസ്റ്റ് ഔട്ട്ഫ്ലോ ഓഫ് മൈഗ്രൻസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് പോകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പൊ ഇതേ ചോദ്യം നമുക്ക് മാപ്പിൽ അടയാളപ്പെടുത്താനായിട്ടും വരാം. അതോടൊപ്പം വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അട്രാക്ട്സ് more number of immigrants, that is മഹാരാഷ്ട്ര. ഇതും മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം.
ഇനി വേറൊരു ചോദ്യമാണ്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് അർബൻ അഗ്ലോമറേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരസഞ്ചയം ഏതാണ്? ഗ്രേറ്റർ മുംബൈ എന്നാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇതെല്ലാം ഓരോ മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുണ്ട്. ദാറ്റ് ഇസ് കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ. കുടിയേറ്റത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി തന്നെ എഴുതാനാണ്. 6 മാർക്കിനുള്ള ചോദ്യമായിട്ട് ഇത് ചോദിക്കാം. അതല്ലെങ്കിൽ ഇത് ഓരോന്നും ഓരോ ടൈപ്പ് ഓഫ് കോൺസിക്വൻസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കാം. അതായത് നമ്മളിത് 4 ഹെഡിങ് ആയിട്ടാണ് പഠിച്ചത്. എക്കണോമിക് കോൺസിക്വൻസസ്, ഡെമോഗ്രാഫിക് കോൺസിക്വൻസസ്, സോഷ്യൽ കോൺസിക്വൻസസ് ആൻഡ് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്. അപ്പൊ ഇത് ഓരോന്നും എഴുതാനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഇനി വേറൊരു രീതിയിൽ ചോദിച്ചാൽ വാട്ട് ആർ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ, അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം. 2 മാർക്കിന്റെ ചോദ്യമാണത്. അത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? എന്താണ് മാനവ വികസനമെന്നും ആരുടെ കോൺസെപ്റ്റ് ആണതെന്നും ഒക്കെ ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനത്തിലെ നെടുംതൂണുകൾ. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇതിലെ ഓരോ പില്ലേഴ്സും, അതായത് ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, എംപവർമെന്റ്, ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കാം. അതോടൊപ്പം ഇത് മുഴുവനായി എഴുതാനും ചോദിക്കാം. എസ്സേ ആയിട്ടും ചോദിക്കാം, ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിലെ വേറൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദി അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. നമ്മൾ 4 അപ്രോച്ചസ് പഠിച്ചതാണ്. ഇൻകം അപ്രോച്ച്, വെൽഫെയർ അപ്രോച്ച്, ബേസിക് നീഡ്സ് അപ്രോച്ച് ആൻഡ് കേപ്പബിലിറ്റി അപ്രോച്ച്. ഇത് 4 മാർക്കിന്റെ ചോദ്യമായി പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഓരോന്നും ഓരോ അപ്രോച്ചും ഡിസ്ക്രൈബ് ചെയ്യാനും ചോദിക്കാം. ഇനി വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ച് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്? ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻകം അപ്രോച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ച സമീപനം ഏതാണ്? Which approach was proposed by the International Labour Organization? Basic needs approach ആണ്. അങ്ങനെ 1 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഹൗ ടു മെഷർ ഹ്യൂമൻ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് മാനവ വികസനം അളക്കുന്നത്? ഇറ്റ് ഈസ് ഡൺ വിത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക. അപ്പോൾ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനവ വികസനം അളക്കുന്നത്? ദാറ്റ് ഈസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ആക്സസ് ടു റിസോഴ്സസ്. ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വാട്ട് ഈസ് ദ സ്കോർ വാല്യൂ ഓഫ് HDI? സ്കോർ വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0 and 1. മാനവ വികസന സൂചിക എന്ന് പറയുന്നത് 0നും 1നും ഇടയ്ക്കാണ് സ്കോർ നൽകുന്നത്. 0നോട് അടുത്ത് നിൽക്കുന്ന സ്കോർ എന്ന് പറയുന്നത് താഴ്ന്ന മാനവ വികസനത്തെ കാണിക്കുന്നു. അതുപോലെ 0.5നും 0.8നും ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇടത്തരം മാനവ വികസനമാണ് കാണിക്കുന്നത്. 1നടുത്തുള്ള സ്കോർ കിട്ടുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന മാനവ വികസനമാണ് ഉള്ളത്. അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രാജ്യങ്ങൾക്ക് താഴ്ന്നതും അല്ലെങ്കിൽ ഇടത്തരവും ഉയർന്നതുമായ സ്കോർ ലഭിക്കുന്നത്? അത് വിശദീകരിക്കാനായിട്ടുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ വേരിയിങ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്കോർസ് ഓഫ് കൺട്രീസ്? എക്സ്പ്ലെയിൻ. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്താണ്? മാനവ ദാരിദ്ര്യ സൂചിക എന്താണ്? അപ്പോ മാനവ വികസനത്തിലെ നേട്ടങ്ങളെ പറ്റി അളക്കുന്നതാണ് HDI എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് HPA എന്ന് പഠിക്കണം. 2 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഇസ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് കാൽക്കുലേറ്റഡ്? അല്ലെങ്കിൽ അതിന്റെ സൂചികകൾ എന്തൊക്കെയാണ്? ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 2 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ് വാട്ട് ഇസ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്? എന്താണ് GNH? അല്ലെങ്കിൽ 1 മാർക്കിന്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വിച്ച് ഇസ് ദ ഓൺലി ആക്സെപ്റ്റഡ് നേഷൻ ടു പ്രൊക്ലെയിം ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്? ഇതിന്റെ ഉത്തരം ഭൂട്ടാൻ എന്നാണ്. അപ്പൊ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്?
ഇനി ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരള സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എമംഗ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, എക്സ്പ്ലെയിൻ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് ഉയർന്ന മാനവ വികസന മൂല്യമാണ് ഉള്ളത്. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക. 2 മാർക്കിന്റെ ചോദ്യമാണ്. കേരള സ്റ്റാൻഡ്സ് ഹൈ ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, എക്സ്പ്ലെയിൻ. 2 മാർക്കിന്റെ ചോദ്യമാണ്. അവസാനമായിട്ട് ഈ പാഠഭാഗത്ത് വരുന്നത് രാജ്യങ്ങളെ ഉയർന്ന മാനവ വികസന സ്കോറുള്ള രാജ്യങ്ങളായും ഇടത്തരം സ്കോറുള്ള രാജ്യങ്ങളായും താഴ്ന്ന സ്കോർ ലഭിച്ച രാജ്യങ്ങളായും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാനവ വികസന സ്കോറിൽ ഈ വ്യത്യാസം വന്നിട്ടുള്ളത്? ഇത് നമുക്ക് വിശദമായിട്ട് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.